ഞാൻ അവനോട് ചോദിച്ചു എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോന്ന് ചോദിച്ചു. സംഭവം അതല്ല, ഇതിൽ കൂടി സാധനമാണ്. എനിക്കൊരു സോളിന്റെ ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും? സിന്തറ്റിക് നമ്മുടെ ബ്രെയിനിന്റെ സെല്ലുകളെ എല്ലാം ഡാമേജ്. ഫോർ എക്സാമ്പിൾ സ്ക്രില്ലെക്സിന്റെ ഒരു മ്യൂസിക് ആണ് കിൽ ദ വേൾഡ്. നമ്മൾ കേൾക്കുന്ന പാട്ടുകൾ പോലും നമ്മെ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. സിനിമാ ഫീൽഡിൽ തന്നെ കേൾക്കാം ഇലൂമിനാറ്റി. എന്താ ഇലൂമിനാറ്റി? അതൊരു ഡാർക്ക് വെബാണ്, ഒരു ഡാർക്ക് കമ്മ്യൂണിറ്റിയാണ്. ആ സോളിന് എന്താ വേണ്ടത്? ആ സോളിന് വേണ്ടത് സെക്ഷുവാലിറ്റിയാണ്. അപ്പോൾ അതിനൊരു പരിഹാരമുണ്ട്. കാരണം അവരുടെ കുടുംബത്തിൽ കല്യാണം കഴിച്ച് വാഴാൻ പറ്റുന്നില്ല ആർക്കും, ഇവരുടെ സഹോദരങ്ങൾക്ക് ആർക്കും, അമ്മാവൻ്റെ മക്കൾക്കും. കാരണം മരുമക്കത്തായണല്ലോ, അമ്മാവൻ്റെ മക്കളെയാണ് കൂടുതലും ബാധിക്കുന്നത്. അവർക്ക് ആർക്കും അത് സാധിച്ചിട്ടില്ല എന്നുള്ള. ഈ വ്യക്തിയും കല്യാണം കഴിച്ചിട്ടില്ല, വിവാഹിതനല്ല. അപ്പോൾ ഞാനിങ്ങനെ അനലൈസ് ചെയ്ത് വന്നപ്പോൾ അതിന് കാരണം വന്നത് അവരുടെ കുടുംബത്തിൽ നടന്നിരുന്ന പൂജകളിൽ ചില ഭാഗങ്ങൾ ഇപ്പോഴും ക്ലിയർ ചെയ്യാനുണ്ട് എന്ന് കാണിച്ചു തന്നു. അത് തന്നെ പ്രശ്നത്തിൽ തെളിഞ്ഞു എന്നുള്ള. അപ്പോൾ ഞാൻ അതിന് പെൻഡുലും വെച്ചിട്ട് നോക്കും. അപ്പോൾ ഹാലൂസിനേഷൻ ആണ് ഞാനപ്പോൾ പറയും ഇതൊക്കെ നിങ്ങളുടെ തോന്നലാണ്, വിട്ടുകളാം, ഇപ്പോൾ ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് അവരെ ഒരു ഹിപ്നോസിസിലേക്കോ അതല്ലെങ്കിൽ ഒരു ഹീലിംഗ് സെഷനിലേക്കോ കൊണ്ടുപോയിട്ട് ചക്രാസൊക്കെ ക്ലിയർ ചെയ്ത് നോക്കും. 2-3 സെഷൻ കഴിയുമ്പോഴേക്കും ആൾ മനസ്സെല്ലാം തെളിഞ്ഞ് വളരെ. അത് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവുന്ന കുറേ സിറ്റുവേഷൻ വരും. കാരണം നമ്മൾ പറയണം, ഇപ്പോൾ എൻ്റെ അടുത്തോട്ട് കഴിഞ്ഞ ദിവസം വന്നൊരു കേസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില സമയങ്ങളിൽ നമ്മൾ ഈ ഹാലൂസിനേഷൻ നമുക്ക് വർക്കൗട്ട് ആവുമല്ലോ. അത് ഒരു പക്ഷേ സൗണ്ടിലൂടെയോ അല്ലെങ്കിൽ വിഷ്വലിലൂടെയോ ഒക്കെ ആവാം നമുക്ക് വർക്കൗട്ട് ആവുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിരുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് എന്നെ വിളിച്ച ഒരാളാണ്. വിളിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ സാധനം, ഞാൻ നിരന്തരം ശബ്ദം കേട്ടുകൊണ്ടിരിക്കുക. ഞാൻ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുക. ഞാൻ ആരുടെ അതിങ്ങനെ ആൾക്കാരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അതിൽ ഭയങ്കര പ്രശ്നം. ഞാൻ സാറിൻ്റെ വീഡിയോ കണ്ടു. എൻ്റെ വീഡിയോ കൊണ്ട് ഞാൻ അതുകൊണ്ട് സാറിനെ വിളിച്ചത്. സാറ് പറഞ്ഞ സെയിം പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരാൾ ഫോൺ ചെയ്തൊരു 30 സെക്കൻഡിനുള്ളിൽ ഇവൻ്റെ എനർജി സെൻസ് ചെയ്യാൻ പറ്റും. അറിയാലോ, ഇപ്പം ആരാണോ ഫോൺ ചെയ്യുന്നത് അവൻ്റെ ഫുൾ സറൗണ്ടിങ്ങും അവൻ്റെ എനർജിയും സെൻസ് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന വാക്കുകൾ മുഴുവൻ നമുക്ക് മറ്റേ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് മുഴുവൻ നമ്മൾ കണ്ടെത്തും. അപ്പം ഞാൻ പറഞ്ഞു ശരി, മൊത്തം കേട്ടു. അപ്പോൾ പറഞ്ഞു നിന്റെ തോന്നലാണോ? അല്ല സാർ, സത്യമായിട്ട് സംഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ശരി, ഞാൻ അവനോട് ചോദിച്ചു എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോന്ന് ചോദിച്ചു. സംഭവം അതല്ല, ഇതിൽ കൂടി സാധനമാണ്. മനസ്സിലായോ? ഞാൻ പറഞ്ഞു ഉപയോഗിക്കുന്നുണ്ടോ? മിണ്ടുന്നില്ല. ഞാൻ ഉണ്ട്. സെയിം കേസ് എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു ഉണ്ട്. എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? ഇത് മാത്രമല്ല ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? നമ്മുടെ അടുത്ത് സത്യം പറയും കേട്ടോ. പിന്നെ സത്യം പറയാതെ നിവർത്തിയില്ല. അവര് മെന്റലി ബ്ലോക്ക് ചെയ്തിട്ടാണല്ലോ നമ്മൾ കോൾ ചെയ്യുന്നത്. എന്താ വിചാരിക്കുന്നത്? നമ്മൾ കള്ളം പറഞ്ഞിട്ട് പോവാന്നോ? നമുക്ക് വേണ്ടിയിട്ടല്ലല്ലോ സംസാരിക്കുന്നത്. നമുക്ക് പ്രപഞ്ചം തന്നിരിക്കുന്ന ഒരു ഉത്തരവാദിത്വം ഉണ്ട്. ആ മനുഷ്യനെ നന്നാക്കുക, അല്ലെങ്കിൽ സത്യം പറഞ്ഞു കൊടുക്കുക. അത് പൈസക്ക് വേണ്ടിയിട്ട് ഒന്നുമല്ല, സൗജന്യമായിട്ട് ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നത്. ഇത് വേണ്ട, ഞാൻ ഒന്ന് ഉപയോഗിക്കുന്നുണ്ട്, ഉണ്ട്. ഇത് ഉപയോഗിക്കുന്നതിൽ ഉണ്ട്. ഇത്ര വർഷമായിട്ട് ഉപയോഗിക്കുന്നതിൽ ഉണ്ട്. ഹാലൂസിനേഷൻ അല്ല, ആണ്. സെയിം കേസ് എൻ്റെ അടുത്ത് വന്നൊരു സാധനമെല്ലാം ഉപയോഗിച്ച് ഹാലൂസിനേഷൻ അടിച്ചിട്ട് എന്നിട്ട് പറയും ഇതിനെ വളരെ വ്യക്തമായിട്ട് മറ്റുള്ളവരോട് പറയാം, അല്ല എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട്. അപ്പൊ ആൾക്കാർക്ക് ഇതിനകത്ത് ഉത്തരവില്ലല്ലോ. സ്പിരിച്വൽ കാര്യങ്ങൾ നമ്മളൊരു കാര്യം പറയാം, എനിക്കൊരു സോളിന്റെ ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും? എൻ്റെ അടുത്ത് വന്ന കേസ് ഇതുപോലെ എന്താണെന്നറിയോ? അവരുടെ അടുത്ത് വരുന്നതെന്ന് വെച്ചാൽ റൈറ്റ് സൈഡിലൊരു ആണും ലെഫ്റ്റ് സൈഡിലൊരു പെണ്ണും നിന്ന് സംസാരിക്കുന്നുണ്ട്. അത് റൈറ്റ് ഇയറിലും കേൾക്കാം, ലെഫ്റ്റ് ഇയറിലും കേൾക്കാം എന്നാണ് പറയുന്നത്. എനിക്കത് സംസാരിച്ച് 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേ എന്നെ ഞാൻ പറഞ്ഞു നീ എന്നെ ഉപയോഗിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചാൽ അവസാനം സാറേ അത് പിന്നെ ഞാൻ സത്യം പറയാം, ഇവിടെ നിങ്ങൾ സത്യം പറയാതിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ സത്യം പറഞ്ഞു. അപ്പോൾ അവൻ MDMA സ്ഥിരം ഉപയോഗിക്കുന്ന ഒരുത്തനാ. സിന്തറ്റിക്കിന്റെ ഒരു അപകടവശം ഈ കാണുന്ന പ്രേക്ഷകർക്ക് പലപ്പോഴും അറിയില്ലാത്തൊരു കാര്യം മനസ്സിലാക്കുക. ഇതിപ്പോ സിന്തറ്റിക് പണ്ട് വർഷങ്ങൾ പോലെയല്ല, ഇപ്പൊ വളരെ വ്യാപകമായിട്ട് കിട്ടാൻ വളരെ ചീപ്പായിട്ട് കിട്ടുന്ന ഒരു സാധനമൊക്കെ നമ്മുടെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഒരു പക്ഷേ ചെയ്തു പോകും സാർ. അത് ഒരു പ്രായമാണ്. ഇന്നത്തെ തലമുറ എൻ്റെ ഡിഫറെൻ്റ് ആണ്. ചെയ്തു പോവാം, ഓക്കെ ചെയ്തു പോയി. പക്ഷെ റിയാലിറ്റി മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. സിന്തറ്റിക്കിന് ഒരു അപകടം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഹാലൂസിനേഷൻ ക്രിയേറ്റ് ആക്കും. മറ്റുള്ള ഡ്രഗ്സിനെ പോലെ അല്ല സിന്തറ്റിക് നമ്മുടെ ബ്രെയിനിന്റെ സെല്ലുകളെ എല്ലാം ഡാമേജ് ചെയ്യും. ഒരു കാര്യം ചിന്തിക്കാനോ സെക്ഷുവാലിറ്റിയോ ബന്ധങ്ങളോ ഇമോഷൻസോ ഒന്നുമില്ലാതെ നമ്മുടെ മെമ്മറി കിടക്കുന്ന മുഴുവൻ കാര്യങ്ങളും പുറത്തേക്ക് ഇട്ടിട്ട് ഹാലൂസിനേഷൻ അടുപ്പിക്കാൻ തുടങ്ങും. എത്ര കുട്ടികളെന്ന് പറയുമ്പോൾ ഞാനൊരു ഇത് പറഞ്ഞുകൊണ്ട് ഞാനൊരു അനുഭവം ഞാൻ പങ്കുവയ്ക്കാം. എൻ്റെ അടുത്തൊരു പയ്യൻ വന്നു. ഈ ബാറിൽ, ഈ ബാംഗ്ലൂർ ബാറിൽ ഗിത്താർ വായിച്ച് പാടുന്ന ഒരു പയ്യനാണ്. എൻ്റെ ഒരു സുഹൃത്ത് വഴി പരിചയപ്പെട്ടാണ് പാലക്കാട് വെച്ച്. അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ സാറേ എനിക്ക് ചില മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ രാത്രി ഏകദേശം ഒരു 10-10:30 ആയിട്ടുണ്ട്. മറ്റേ വീട്ടിൽ വെച്ചിട്ടാണ്, പട്ടാമ്പിയിൽ വെച്ചിട്ടാണ്. ഞാൻ പറഞ്ഞോ മോനെ എന്ന് പറഞ്ഞു. അപ്പോൾ നീ ധൈര്യമായിട്ട് പറയടാ, സാറിന് ഇതൊക്കെ അറിയാവുന്ന ആളാണ്, നീ ഒന്ന് പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞു ശരി മോനെ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞു. അവൻ ഒറ്റയ്ക്കിരുത്തി സംസാരിച്ചപ്പോൾ ഇവൻ പറഞ്ഞ കാര്യങ്ങളാണ് ഞാനിപ്പോൾ വെളിപ്പെടുത്താൻ പോകുന്നത്. നമ്മൾ കേൾക്കുന്ന പാട്ടുകൾ പോലും
നമ്മെ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. എൻ്റെ അടുത്ത് 15 വയസ്സുള്ള ഒരു പയ്യൻ സ്ഥിരം സ്കിർലെക്സിൻ്റെ മ്യൂസിക് കേട്ട് 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 മാനസികമായിട്ട് പ്രശ്നം വന്നു. അവൻ ഉപയോഗിച്ചിരുന്നതും ഈ ലഹരിയാണ്. അവിടെ ഹാലൂസിനേഷൻ വന്നത് ആ ഒരു ക്യാരക്ടറിലൂടെയാണ്. അപ്പോൾ ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരു ആ പബ്ബിലിരുന്ന് വെള്ളമടിക്കുന്ന പിള്ളേരുണ്ടല്ലോ, അവർ ആ ലഹരിയിലാവുമ്പോൾ ഇവർക്കറിയാം, ഒരു ടേബിളിൽ സെർവ് ചെയ്യുന്നവനറിയാം എപ്പോഴാണ് ഇവർ പിമ്പിരിയാവുന്നതെന്നുള്ളവർക്കറിയാം. ആ സമയത്ത് ഇവരൊരു പൊടിയിട്ട് കൊടുക്കും. ആ പൊടിയിട്ട് കൊടുക്കുന്നത് ഇവൻ കാണാം, ഇവനിങ്ങനെ ഗിത്താർ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവനിത് കാണാം. ഈ പൊടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇടുന്ന പാട്ടുകളെല്ലാം നെഗറ്റീവായിട്ടുള്ള പാട്ടുകളാണ്. ഇപ്പോൾ നമ്മൾ സിനിമാ ഫീൽഡിൽ തന്നെ കേൾക്കാം ഇലൂമിനാറ്റി. എന്താ ഇലൂമിനാറ്റി? അതൊരു ഡാർക്ക് വെബാണ്, ഒരു ഡാർക്ക് കമ്മ്യൂണിറ്റിയാണ്. നമ്മളുടെ ആധുനിക തലമുറയെ നശിപ്പിച്ചാലേ ഇനി മുന്നോട്ട് പോകാതിരിക്കുള്ളൂ ഇനിയുള്ള ലോകം. അപ്പോൾ ഈ യുവാക്കളെ നശിപ്പിക്കാൻ വേണ്ടി മാത്രം തുനിഞ്ഞിറങ്ങിയിട്ടുള്ള ആൾക്കാരുണ്ട്. നമ്മളിതിനെതിരെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതേപോലെ തന്നെ നമ്മൾക്കെതിരെ നിൽക്കുന്ന, നമ്മളീ പറയുന്നത് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, ഇത് തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വലിയ സംഘമുണ്ട്. അവർ ഈ രാസലഹരി, ഈ MDMA പോലുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പറഞ്ഞെന്താണെന്നറിയോ, അത് കഴിയുമ്പോൾ ഇവരുടെ പാട്ട് നിർത്താൻ പറയും. അപ്പോൾ വോക്കൽ പാട്ടെല്ലാം നിർത്തി കഴിഞ്ഞാൽ, ഇവൻ്റെ ഡയറക്ടർ പാട്ടെല്ലാം നിർത്തി കഴിഞ്ഞാൽ പിന്നെ അവരിടുന്നത് നെഗറ്റീവ് മീനിങ് ഉള്ള പാട്ടുകളും ഇട്ട് കൊടുക്കും. ഫോർ എക്സാമ്പിൾ സ്കിർലെക്സിൻ്റെ ഒരു മ്യൂസിക്കാണ് കിൽ ദ വേൾഡ്. ഇത് കേൾക്കുന്നവൻ രാസലഹരിയിൽ ഇരുന്നുകൊണ്ട് കേൾക്കുമ്പോൾ ഇവൻ്റെ ബ്രെയിൻ അവിടെ പ്രോഗ്രാംഡ് ആവുകയാണ്. കിൽ ദ വേൾഡ്. ഇവനൊരു തീവ്രവാദി ആവാൻ അധികം സമയം വേണ്ട. ആലോചിച്ച് നോക്കൂ, നമ്മുടെ കുട്ടികൾ ഏതെല്ലാം തലത്തിലേക്ക് പോകും. ഞാനിത് പറയുന്നത് എന്തിനാണെന്നറിയോ, ഇത് കേൾക്കുന്ന പ്രേക്ഷകർ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾക്ക് വരാനിരിക്കുന്ന വിന നമ്മുടെ കുട്ടികളെ കാത്തിരിക്കുന്നത് എന്താണ്. ഈ ഡാർക്ക് വെബ് പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇതിലേക്ക് പോകുന്ന ഒരു കുട്ടിക്ക് പിന്നെ വിമോചനമില്ല. കാരണം ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അത് നമ്മുടെ ബ്രെയിനിൻ്റെ സെൽസിനെ നശിപ്പിച്ച് കളഞ്ഞാൽ പിന്നെ ഒരു സെൻസും ഇല്ലാത്തവനായി മാറും. പിന്നെ തിരിച്ചു വരവില്ല, ജീവിതത്തിലേക്ക് തിരിച്ചു വരവില്ല. നമ്മുടെ സെൻസ് നഷ്ടപ്പെട്ട് നമുക്ക് ഒരു ഇമോഷനെ സെൻസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ പിന്നെ എവിടെ അച്ഛനും അമ്മ എന്നുള്ള ഇമോഷൻ ഒന്നുമില്ല, പിന്നെ എവിടെ ഭാര്യ എന്നുള്ള ഇമോഷൻ, പെങ്ങളെന്നുള്ള ഇമോഷൻ, അവിടെ ഇവിടെ രാജ്യം എന്നുള്ള ഇമോഷൻ ഒന്നുമില്ല, നിയമം എന്നുള്ള ഇമോഷൻ ഇല്ല. അപ്പൊ പിന്നെ ഇപ്പൊ നമ്മളിപ്പോ പണ്ടത്തെ പോലെയല്ല സാർ. പണ്ട് ഒരു പ്രശ്നമുള്ള ഒരു ആൺകുട്ടി വീട്ടിലുണ്ടായാൽ നാട്ടുകാർക്കായിരുന്നു പ്രശ്നം. ഇന്നത് തിരിഞ്ഞു. പ്രശ്നമുള്ള ഒരു പയ്യൻ വീട്ടിലുണ്ടെങ്കിൽ അച്ഛനും അമ്മയ്ക്ക് ഭയം. അയ്യോ, ഒരു പയ്യൻ ഇങ്ങനെ പോയിട്ട് അവനെ വിഷ്വൽ മീഡിയ പഠിപ്പിക്കാനായിട്ട് വിട്ടു. ബാംഗ്ലൂരിൽ താമസിക്കുന്ന ആൾക്കാരാണ്. അവർ ഒരു പ്രശസ്തമായ ഒരു ലേഡിയാണ് എന്ന് വെച്ചാൽ അവരൊരു വലിയ പ്രശസ്തമായ ഒരു വിദ്യാലയത്തിൽ പ്രിൻസിപ്പളൊക്കെയാണ്. അവരെന്നെ കോൺടാക്ട് ചെയ്തപ്പോൾ ഈ പയ്യൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവരെ നന്നാക്കാൻ വേണ്ടിയിട്ട് അവസാനം സദ്ഗുരുൻ്റെ അടുത്തും ഒക്കെ പറഞ്ഞു വിട്ടു. പക്ഷേ ഇവൻ വീട്ടിൽ അടച്ചുപൂട്ടിയിരിപ്പാണ്. ഇപ്പോൾ ജീവിതം പോയി, ഒരു സെൻസും ഇല്ല. അമ്മ തരുന്ന ഭക്ഷണം പോലും അവന് വിശ്വാസമില്ലാതെ അവൻ നിന്ന് ഉണ്ടാക്കി കൊടുക്കണം. അമ്മ കൊടുക്കുന്ന വെള്ളം കുടിക്കില്ല, അവൻ അവിടെ നിന്ന് എടുത്ത് കുടിക്കുന്ന വെള്ളമേ കുടിക്കുകയുള്ളൂ. അവസ്ഥ ആലോചിച്ച് നോക്കും, കയ്യിൽ നിന്ന് പോയി. പിന്നെ എന്തൊക്കെ നമ്മൾ ശ്രമിച്ചിട്ടും സ്പിരിച്വാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ നോക്കിയിട്ടും അവൻ രക്ഷപ്പെട്ടില്ല. 24 വയസ്സുള്ള ഒരു പയ്യൻ 3 വർഷം മുമ്പ് എൻ്റെ അടുത്ത് വന്നൊരു കേസാണ്, ഓൺലൈൻ കേസാണ്, വിളിച്ചിട്ട് വന്ന കേസാണ്. ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പിന്നെ അവരെന്നെ വിളിച്ചിട്ടില്ല. പിന്നെ എനിക്കറിയില്ല കേട്ടോ എൻ്റെ കഥ എന്താണെന്നുള്ളത്. അപ്പം എന്നെ അതേ നില തുടരുന്നുണ്ടാവും. കാരണം ഇതൊന്നും സൈക്കാട്രിക് ഡ്രഗ് ഒന്നും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷയൊന്നുമില്ല. അതിലും വലിയ ഡ്രഗ് അവൻ അടിച്ച് കയറ്റി വെക്കുക. പിന്നെ അതാണ് ഇത് വർക്ക് ചെയ്യില്ല, പിന്നെ വർക്ക് ചെയ്യില്ല ആ അവസ്ഥയാണ്. അത് മാത്രമല്ല, എന്തെങ്കിലും ഒരു അപകടം പറ്റി ഒരു ICUവിൽ ആയിരുന്ന സമയത്ത് എത്ര കുട്ടികളാണ് മരിച്ചു പോകുന്നത്. സിന്തറ്റിക് ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള ഒരു അപകടം അതാ. ICUവിൽ കയറ്റുകയോ എന്തെങ്കിലും മെഡിസിൻ കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഫലിക്കില്ല. ഇതുപോലെ ഇത് ഉപയോഗിച്ചൊരു കേസ് എൻ്റെ അടുത്ത് വന്നു. ഒരു 32 വയസ്സുകാരൻ പയ്യൻ, അവൻ ഗുണ്ടായുസും ഇതൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു കൂട്ടത്തിലായിരുന്നു. ഇപ്പം നല്ലവനായി മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ വന്നു കഴിഞ്ഞപ്പോൾ ഇവന് മൈൻഡിന് കൺട്രോളില്ല. നോക്കി വന്നപ്പോൾ 24 വയസ്സുകാരൻ ഒരു ബൈക്കായിട്ട് പോകുന്ന രംഗം തെളിഞ്ഞു വന്നു. ഞാൻ ചോദിച്ചു, തനിക്ക് അങ്ങനെ ഒരു സുഹൃത്തുണ്ടായിരുന്നു? ഞാൻ നോക്കുമ്പോൾ മുടിയൊക്കെ നീട്ടി വളർത്തി ഒരു 24 വയസ്സുള്ളൊരു പയ്യൻ ഒരു ബൈക്കും കാണുന്നുണ്ട്. ഈ രാസലഹരി ഉപയോഗിക്കുന്ന രംഗവും നാക്കിനടിയിൽ ഒട്ടിച്ചു വയ്ക്കുന്ന രംഗമൊക്കെ തെളിഞ്ഞു വന്നു. ഞാനിങ്ങനെ കണ്ണടച്ചിരുന്ന് ആജ്ഞാചക്രം ഒന്ന് ഉദ്ദീപിച്ചപ്പോൾ അപ്പോൾ ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഒരു സുഹൃത്തുണ്ടായിരുന്നു എന്ന് ചോദിച്ചു. എക്സാക്റ്റ് രൂപം പറഞ്ഞു. മെലിഞ്ഞിട്ട് ഇത്ര അടി ഉയരം, ഒരു 5 അടി 7 ഇഞ്ച് ഉയരം ഒക്കെ ഉള്ള ഇന്ന ബൈക്ക് ഉപയോഗിക്കുന്ന ഒരുത്തൻ. ആ ബൈക്ക് ഞാനൊന്ന് മറന്നു കേട്ടോ. ആ ബൈക്ക് അടക്കം ഞാൻ പറഞ്ഞു. അന്ന് തെളിഞ്ഞു വന്നു, ആ ബൈക്കിൻ്റെ കളറടക്കം തെളിഞ്ഞു വന്നു. അപ്പോൾ അവൻ പറയണം, അയ്യോ ഇവൻ 6 മാസം മുമ്പ് മരിച്ചുവല്ലോ സാറേ. ആ എൻറ്റിറ്റി ഇവൻ്റെ കൂടെ നിൽക്കുകയാണ്, അവനെ കൊണ്ട് ഇത് ചെയ്യിക്കുകയാണ്. അപ്പോൾ അവൻ പറയാണ്, വെറുതെ അല്ല സാറേ, ഞാൻ ഇതുവരെ കഞ്ചാവ് ഉപയോഗിച്ചിരുന്നുള്ളൂ, ഇപ്പം LSD ഉപയോഗിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, അവനത് ഉപയോഗിച്ചിരുന്ന ആളല്ലേ എന്ന് ചോദിച്ചു. അതെ. അപ്പോൾ ആ എൻറ്റിറ്റി ഇതിൽ പ്രവർത്തിക്കുന്നുണ്ടോ? പ്രവർത്തിച്ച് ആ സാധനം നേടിക്കൊണ്ടേയിരിക്കുക. ഇവനിത് കഴിക്കുമ്പോൾ എൻജോയ് ചെയ്യുന്നത് ഈ എൻറ്റിറ്റിയാണ്, ഈ സോൾ എൻറ്റിറ്റിയാണ്. അവസാനം അത് കട്ട് ചെയ്ത് വിട്ടു. ഇതുപോലെ തന്നെ ഒരു കേസാണ് എനിക്ക് വന്നത്. ഒരു പെൺകുട്ടിയാണ്, സ്ത്രീയാണ്. അപ്പോൾ വിളിച്ചത് ഒരു ഭർത്താവാണ്. വിളിച്ച ഭർത്താവിന് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ, വളരെ സമാധാനമായി സന്തോഷമായി കൊണ്ടിരുന്ന ഫാമിലി വളരെ പെട്ടെന്ന് ഈ പെൺകുട്ടിക്ക്
മറ്റുള്ള പുരുഷന്മാരോട് താല്പര്യം പ്രകടിപ്പിക്കും. അതാണ് ഭയങ്കര ആഗ്രഹം, അതിയായ ആഗ്രഹം. അത് വീട്ടിൽ വരുന്ന കൂട്ടുകാരനോടൊന്നുമില്ല, ജോലിക്ക് വരുന്ന ആളോടില്ല, എല്ലാവരോടും. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ ഇത്രയും വർഷമായിട്ടും ആ പെൺകുട്ടി ഭാര്യ ഇങ്ങനെ പെരുമാറുന്ന ആ വ്യക്തി കണ്ടിട്ടില്ല. അപ്പം എൻ്റെ അടുത്ത് കൺസൾട്ടേഷൻ എടുത്തോണ്ടിരിക്കുക. അപ്പം നമ്മളിങ്ങനെ ആദ്യം ചെക്ക് ചെയ്യുന്നത് ഹാലൂസിനേഷൻ ആണോ, ആദ്യം അത് ചെക്ക് ചെയ്യുള്ളൂ. കാരണം ഇവർ പറയുന്നതും ആയിരിക്കില്ല ഇവരുടെ ഇഷ്യൂ. കാരണം നമുക്കല്ലേ മനസ്സിലാവുള്ളൂ എന്താണ് ഇഷ്യൂ എന്ന്. ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാഹചര്യങ്ങളും കാരണങ്ങളുമാണ്, ഇവരുടെ ഇമോഷനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രശ്നം അതാവണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ എങ്ങനെ ഉണ്ടായിരുന്നു? ഇല്ല, കല്യാണത്തിന് മുന്നേ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതിന് ശേഷമാണ് പുരുഷന്മാരോട് താല്പര്യം പ്രകടിപ്പിച്ചെടുക്കുന്നത്. പെട്ടെന്നാണ്. അതായത് പുറത്തുനിന്ന് ഇത് ചെയ്യുന്നത് നീ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, അത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊന്നും പറഞ്ഞിട്ടൊന്നും. അപ്പോൾ ആ ഒരു ഭർത്താവ് എന്തുമാത്രം അതിനകത്ത് അനുഭവിക്കുന്നത്. കാരണം ഭാര്യ മറ്റുള്ള പുരുഷന്മാരോട് താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുക. അത് പെട്ടെന്നൊരു നിമിഷം ചേഞ്ച് ആവുന്നത്. എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിസാർ നേരത്തെ പറഞ്ഞ പോലെ ക്യാരക്ടർ അതുപോലെ തന്നെ സോൾ ഇഷ്യൂ ആണത്. അത് സോൾ പ്രസൻസാ. ആ സോളിന് എന്താ വേണ്ടത്? ആ സോളിന് വേണ്ടത് സെക്ഷുവാലിറ്റിയാണ്. അതൊരു പക്ഷെ കണ്ടാൽ മതിയോ, മറ്റൊരു ശരീരത്തിലൂടെ നേടിയെടുക്കാണതല്ല. അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയും ഈ മരിച്ചുപോയി പെൺകുട്ടി തമ്മിൽ നല്ല അടുപ്പമായിരുന്നു, നമ്മൾ ഫ്രണ്ട്സ് ആയിരുന്നു. ആ പെൺകുട്ടി മരിച്ചുപോയി. അതിനുശേഷം സംഭവിച്ചിരിക്കുന്ന ഇഷ്യൂ ആണത്. ഇഷ്യൂ എന്ത് പറ്റുക, മരിച്ചുപോയി ഒരു 6 മാസത്തിന് ശേഷം പ്രശ്നം സ്റ്റാർട്ടായി. ആരോടും ഇമോഷൻ ഇല്ല, ഭർത്താവിനോട് ഭർത്താവെന്നുള്ള ഇമോഷൻ ഇല്ല, ഇത് കുഞ്ഞിനോടൊന്നും ഇമോഷൻ ഇല്ല. അപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുമായിട്ട് ഈ സെക്ഷൽ ലൈഫിലോട്ട് ഇവിടെ ഒരു അപകടം കൂടി ഉണ്ട്. ഞാനിപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്, ആധുനിക തലമുറയോട്. ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഒരു എൻറ്റിറ്റി കോണ്ടാക്ട് വന്നു, ഇപ്പോൾ നമ്മളൊരു മാനിയാക്കായിട്ടുള്ളൊരു ലേഡിയായിട്ട് ബന്ധപ്പെടുക എന്ന് വിചാരിക്കുക, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന് വിചാരിക്കുക. നമ്മളുടെ ബയോമാഗ്നറ്റിസവും അവരുടെ ബയോമാഗ്നറ്റിസവും തമ്മിൽ ഒരു എക്സ്ചേഞ്ച് നടക്കും അവിടെ ഉറപ്പായിട്ടും. അപ്പോൾ നമ്മളത് നമ്മുടെ സൈക്കിക് ലെവലിലാണ് അത് ക്യാച്ച് ചെയ്യുന്നതെങ്കിൽ നമ്മളൊരു മാനിയാക്ക് ആവാൻ അധികം സമയം വേണ്ട. ഞാൻ എനർജിയുടെ തലത്തിൽ നടത്തിയ പഠനങ്ങൾ കൊണ്ടാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ സംഭവിക്കില്ല. കാരണം എനിക്കറിയാം അങ്ങനത്തെ കേസ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇവർ വിചാരിക്കും ഇതൊരു സൈക്കിക് ഇഷ്യൂ ആണ്, അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് ഇത് അറിയില്ല, സംഭവിക്കുന്നത് ആ പെൺകുട്ടിക്ക് മാനസികമായ വിഭ്രാന്തിയാണ്. നമ്മുടെ നാട്ടിൽ പൊതുവെ ഒരു വർത്തമാനം ഉണ്ടല്ലോ, ഏത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ താല്പര്യപ്പെട്ട് നടക്കുന്ന ഒരു വൃത്തികെട്ട സ്ത്രീയാണ്. ഇതൊന്നുമല്ല വിഷയം. വിഷയം കിടക്കുന്നത് വേറെയാണ്, മനസ്സിലായോ? ആ പെൺകുട്ടിക്ക് ഭർത്താവ് വേണം, കുഞ്ഞ് വേണം, സമാനമായിട്ട് ജീവിതം വേണം, മറ്റേത് വേണ്ട. മറ്റേത് വേണം എന്ന് ചിന്തിക്കുന്നത് തലയിലിരുന്ന് ആരും പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക. ഈ സാധനം ചെയ്യും, നീ അത് ചെയ്യും, നിനക്ക് അത് ചെയ്ത് ഇങ്ങനെ കിട്ടും, ഇങ്ങനെ സുഖം കിട്ടും. കുറേ ആളുകളുടെ മുമ്പ് അങ്ങനെയാണ് ഇത് പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക. ആക്ച്വലി ഒരു സോള് ചെയ്യുന്നത് ഏറ്റവും വലിയൊരു കാര്യം ഇത് തന്നെയാണ്. തലയുടെ അകത്ത് നിന്ന് ഇൻഫർമേഷൻ പാസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക.